എപ്പോഴും ആത്മീയതയിൽ എന്തെങ്കിലും അനുഭവം സംഭവിച്ച് ആത്മമുക്തിയിലേക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവരെ സമൂഹം വിളിക്കും അവർക്ക് മാനസികപരമായുള്ള ഭ്രാന്താണ്, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ഭ്രാന്തായിട്ട് സമൂഹം തെറ്റിദ്ധരിപ്പിക്കും. അവരെന്തെങ്കിലും അവർക്കുണ്ടായ അനുഭവത്തെ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയോ അവർ ഉള്ളിൽ സംഭവിക്കുന്ന പോലുള്ള അനുഭൂതിയെ മറ്റുള്ളവർക്ക് നൽകുമ്പോഴും അതിനെ സമൂഹം വിളിക്കും കച്ചവടമെന്ന്. അവർ കച്ചവടക്കാരാന്ന് പറയും. നിങ്ങൾ നോക്കൂ, ആത്മീയപരമായി 2 തരത്തിലെ ആൾക്കാരുണ്ട്. ഒന്ന്, അവരറിഞ്ഞ സത്യത്തെ അവർ ആ സത്യമായിട്ട് ചേർന്ന് അലിയുന്നവരും. 2, ഇതെല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആണ്, അതിന് കുറച്ച് റിസ്ക്കുമാണ് ഈ സമൂഹത്തിൻ്റെ മുന്നിലിറങ്ങി ഈ തിരിച്ചറിവിനെ എത്തിക്കാൻ. അതിനെ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ മറ്റുള്ളവരിലേക്ക് പഠിപ്പിക്കാൻ വരുന്നു. ഒരിക്കലും എൻലൈറ്റഡ് വന്ന ഒരാളും പൈസയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യില്ല. അവർക്ക് പരിണാമം, ഓരോ മനുഷ്യനും തിരിച്ചറിയാത്ത ആ നമ്മുടെ സ്വയബോധത്തെ അറിയണമെന്നുള്ള ഒരൊറ്റ ഇൻറ്റൻഷൻ്റെ പുറത്ത് മാത്രമാണ് ആത്മീയത പഠിപ്പിക്കാൻ നിൽക്കുന്നത്. ആത്മീയപരമായി സ്വയമേ തിരിയുന്നവർ അവർ അനുഭൂതിയിലിരുന്നാൽ ഭ്രാന്തും, അവർ പഠിപ്പിക്കാൻ ഇറങ്ങി തിരിച്ചാൽ അത് കച്ചവടവുമാണ്. നമസ്കാരം.